ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അടിപൊളി കൂന്തൽ മാംഗ്ലൂർ സ്റ്റൈൽ ഫ്രൈ ആണ്. ഇതെല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഉണ്ടാക്കിയാലോ? ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് എൻ്റെ എനർജി. നിങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് എൻ്റെ ഊർജം. അപ്പം ഫ്രണ്ട്സ്, പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനൊന്ന് അമർത്തണേ. നമുക്ക് കൂന്തൽ ഫ്രൈയിലേക്ക് കിടക്കാം. ഈ കൂന്തൽ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ആദ്യമായിട്ട് ഞാൻ ഈ കൂന്തൽ 1 കിലോ കൂന്തൽ വെട്ടി നല്ല വൃത്തിയാക്കി കഴുകി വെച്ചേക്കുന്നതാണ്. ഇത് നല്ല മറ്റേ റിങ് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം ഞാൻ ഒരു 1/2 ക്യാപ്സിക്കം എടുത്ത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ആവശ്യമായിട്ട് വേണ്ടത് കുക്കിംഗ് ഓയിലാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് കുക്കിംഗ് ഓയിലായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ ഒരു വേപ്പില, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, വിനെഗർ ആവശ്യത്തിന്, പിന്നെ വൈറ്റ് പെപ്പർ പൗഡർ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊണ്ട് നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് നീട്ടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ചെറുള്ളിയാണ്. ചെറുള്ളി ഞാൻ ചെറുതായിട്ട് ഒരു 100 ഗ്രാം ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് റെഡ് ചില്ലിയാണ്. റെഡ് ചില്ലി എന്ന് പറഞ്ഞാൽ ഞാൻ കാശ്മീർ റെഡ് ചില്ലി പൗഡർ ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇപ്പോൾ ഈ കണവ വേവിച്ചെടുക്കണം. ഈ കൂന്തൽ വേവിച്ചെടുക്കണം. നമുക്ക് ഇത് കൂന്തലെന്ന് പറയും, കണവ എന്ന് പറയും. നമ്മുടെ സ്ക്വിഡാണ്. ശരി, ഈ സ്ക്വിഡ് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 3 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. 1.5 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 1/2 സ്പൂണ് ഉപ്പ് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഒരു 1/4 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അത് ഇടുന്നുണ്ട്. ഒരു 1/4 സ്പൂണ് ഗരം മസാല, നേരത്തെ പറയാൻ മറന്നുപോയതാണ്. ഗരം മസാല വേണം. ഒരു 1/4 സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഇനി മിക്സ് ചെയ്തെടുത്ത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, നല്ലതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിത് കുക്കറിലിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. കുക്കറിലിട്ട് വേവിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കരുത്. ഇതിൻ്റെ വെള്ളം ഫുള്ള് ഡ്രൈ ആയിട്ട് എടുക്കണം. ഒരു 2-3 വിസിൽ, അത് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചായിരിക്കും. എൻ്റെ വിസിൽ ചെറിയ കുക്കറാണ്. അതിലൊരു 2-3 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വേവായിരിക്കും. ഓക്കെ, ഫ്രണ്ട്സ്. ഓക്കെ, നമുക്ക് കണവ വേവുന്നതിന് നമുക്ക് ഒരു കടായി എടുത്ത് വെച്ച് നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഫ്രൈക്കുള്ളത് അതിനുവേണ്ടി നമ്മൾ വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂണ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മതിയാവും. നമുക്കിത് നല്ലതായിട്ടൊന്ന് ഷോർട്ടാക്കി എടുക്കണം കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത് ഷോർട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ട് നല്ല റോസ്റ്റിനുള്ള പരുവത്തിന് നല്ലതായിട്ട് ഷോർട്ടാക്കി എടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആണ്. നമുക്ക് സ്ലോ ഫയറിലിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കൊരു 2 ഞുള്ള് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ടിടാം. 2 ഞുള്ള് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഷോർട്ടാക്കി എടുക്കാം നല്ലതായിട്ട്.
ഫ്രണ്ട്സ് ഇപ്പം നല്ല അത്യാവശ്യം ഒരുമാതിരി ഷോർട്ടായി വന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ കുക്കർ വിസിലടിക്കാൻ തുടങ്ങി. ഇപ്പോൾ രണ്ട് വിസിലടിച്ച് കഴിഞ്ഞ് നമുക്ക് സിമ്മിലിട്ട് ഒരു കുറച്ച് നേരം കൂടെ വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ് ഇപ്പോൾ ഇത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നീട്ടി അരിഞ്ഞ 3 മുളക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി സോട്ട് ചെയ്തെടുക്കാം. ഒന്നാമത്തേന് ഇത് രണ്ടും കൂടെ ഒന്ന് സോട്ട് ആകുമ്പത്തേന് നമ്മുടെ പരുവായി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്സിക്കം ഇട്ട് അപ്പോൾ തന്നെ നമ്മുടെ കുക്കർ വിസിലും അടിച്ചിട്ടുണ്ട്. നമ്മുടെ കണവ വെന്തിട്ടുണ്ട്. 3 വിസിലിൽ വെന്ത് കിട്ടി എനിക്ക്. ഇനി ഇതിൻ്റെ അകത്തുള്ള വെള്ളം നമുക്കിങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം. നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പറ്റിപ്പോകും. ഓക്കെ, നമുക്ക് വെള്ളം ഡ്രൈ ആയിട്ട് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളിതാ കുക്കറിൽ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റോസ്റ്റ് ഫ്രൈയിലേക്ക് മാറ്റാം ഇത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ഏതായാലും നമ്മുടെ ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം ഇട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ക്യാപ്സിക്കം അധികം വേവിക്കണമെന്നില്ല. നമുക്കൊന്ന് ക്യാപ്സിക്കം ജസ്റ്റായിട്ടൊന്ന് അതിൻ്റെ പച്ചപ്പൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കണവ ഇട്ട് കൊടുക്കാം. ഓക്കെ, കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഫ്രൈ ആക്കി. നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ല സ്മെല്ലാണ് വരുന്നത്. ഇത് ഇങ്ങനെ സൈഡിൽ കിടന്ന് നല്ലതായിട്ട് ഫ്രൈ ആയി വരണം. ഇങ്ങനെ ഇട്ട് സെമി തീയിലിട്ട് ഫ്രൈ ആക്കി. ഇതിലേക്ക് ഫ്രണ്ട്സ് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു 3/4 സ്പൂൺ വൈറ്റ് പെപ്പർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് പെപ്പർ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വേപ്പില, ഒരു ഇതിൽ വേപ്പിലുണ്ട്. അതായത് ഒരു 10-12 ഇലയുണ്ടോ. വേപ്പിലയാണ് ഇതിൻ്റെ ടേസ്റ്റ്. വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നൈസായിട്ടൊന്ന് 2 സൈഡൊന്ന് ഫ്രൈ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇളക്കി നല്ലതായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഓക്കെ, ഫ്രണ്ട്സ്. ഓക്കെ, നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഉപ്പ് ഇതൊക്കെ സെറ്റാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, എല്ലാം ഓക്കെയാണ്. ഇനി നമുക്കിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ സെറ്റപ്പായ മാംഗ്ലൂർ സ്റ്റൈൽ കനവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മീ, ഷെയർ മീ ആൻഡ് ലൈക്ക് മീ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.